തന്നെയാണ്. സന്ദീപ് വാര്യരുടെ പുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. അതായത് പാലക്കാട് ഒരു സ്കൂളിൽ നടന്ന ഒരു സംഭവത്തെ പറ്റി കൃത്യമായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ഈ പറയുന്ന ക്രിസ്മസ് ആഘോഷവുമായി പാലക്കാട് സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം നടത്തിയപ്പോൾ അവിടെ VHPയുടെ പ്രവർത്തകർ പോയി അത് തടയുകയും അതിനെതിരെ ആ സ്കൂളുകാരെല്ലാം രംഗത്തെത്തി, മാധ്യമങ്ങളെല്ലാം വാർത്ത വന്നു. പിന്നീട് അവരെ അറസ്റ്റ് ചെയ്തു, 3 പേരുണ്ട്, അവരെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ സന്ദീപ് വാര്യർ പറയുന്നത് BJP എല്ലാ ക്രിസ്തീയ ഭവനങ്ങളിലും കേക്കുമായി കയറി ഇറങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ബന്ധം പുതുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി. അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്തായാലും അവർ കേക്കുമായി വരും. ജാമ്യം ഒന്ന് കിട്ടിക്കോട്ടെ, ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാൽ ഉടൻ കേക്കുമായി നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് അവരെത്തുമെന്ന് പരിഹസിക്കുകയാണ് സന്ദീപ് വാര്യർ. അപ്പോൾ സന്ദീപ് വാര്യർ പരിഹസിക്കുന്നതിലെ ഒരു കാര്യമുണ്ട്. ഈ പറയുന്ന സ്കൂളിൽ പോയി ക്രിസ്മസ് ആഘോഷം തടസ്സപ്പെടുത്തിയ കാര്യങ്ങളുണ്ട്. രണ്ടാമത്തത് നരേന്ദ്രമോദി ജോർജ് കുര്യൻ്റെ വീട്ടിൽ പോയി ക്രിസ്മസ് ആഘോഷിക്കുന്നു, ക്രിസ്ത്യാനികളെ കൂടുതൽ അടുപ്പിച്ച് നിർത്താനുള്ള ശ്രമം നടത്തുന്നു, എല്ലാ മതവിഭാഗങ്ങൾക്കും അവരുടെ ആഘോഷങ്ങൾ നടത്താനുള്ള അവകാശങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. അതിനിടയിൽ ക്രൈസ്തവരെ തങ്ങളിലേക്ക് അടുപ്പിക്കാനൊക്കെ BJP ശ്രമിക്കുന്നുമുണ്ട്. അതിനിടയിലാണ് ഇത്തരം സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ഇതെല്ലാം ഇട്ടുകൊടുക്കുകയല്ലേ? സന്ദീപ് വാര്യരുടെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇതൊരു പരിഹാസമായി ഞാൻ കാണുന്നില്ല. കാരണം സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയാലും ഉള്ളിൽ സന്ദീപ് വാര്യർ ഒരു കറ കളഞ്ഞ BJP-കാരനാണ്. RSSനെ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു RSS-കാരൻ കൂടിയാണ്. അതൊരിക്കലും സന്ദീപ് വാര്യരുടെ മനസ്സിൽ നിന്ന് പോകില്ല. അപ്പോൾ സന്ദീപ് വാര്യർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്, ഇത്തരം തെമ്മാടിത്തരത്തിനൊന്നും പോയി എന്തിനാണ് 5 വോട്ട് കിട്ടുന്നത് കളയുന്നത്? ന്യൂനപക്ഷങ്ങളെ തങ്ങളിലേക്ക് അടുപ്പിക്കാൻ BJP ശ്രമിക്കുമ്പോൾ, പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇത്തരം തെമ്മാടിത്തരങ്ങൾ കാണിച്ചുകൊണ്ട്? ഇപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്നത് സംഘപരിവാറിന്റെ സംഘടന തന്നെയാണ്. അപ്പോൾ ആ സംഘടന പാലക്കാട് ഒരു സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം നടത്തിയപ്പോൾ നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിക്രമം കാണിച്ചു. അതിനെതിരെ പോലീസ് കേസെടുത്ത് പോലീസ് കൊണ്ടുപോയി. അപ്പോൾ എന്തിനാണ് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ നടത്താൻ പോകുന്നത്? BJP രക്ഷപ്പെടാനുള്ള ഓരോ തന്ത്രങ്ങളും ഓരോ ഭാഗത്തിരുന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ ഇല്ലാതാക്കാനായിട്ട് ഇവിടുത്തെ കുറേ എണ്ണം തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട് എങ്കിൽ കേരളത്തിൽ BJP രക്ഷപ്പെടില്ല എന്നൊരു മുന്നറിയിപ്പാണ് സന്ദീപ് വാര്യർ ഫേസ്ബുക്കിലൂടെ നൽകുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. കോൺഗ്രസിൽ നിർത്താൻ അനുവദിക്കില്ല എന്നൊരു ലക്ഷ്യമുണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനത്തെ ലക്ഷ്യമില്ല. കാരണം സന്ദീപ് വാര്യരെ കൃത്യമായി അറിയാവുന്ന എല്ലാവർക്കും അറിയാം സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് സ്നേഹം എന്താണ് എന്നുള്ളതും കോൺഗ്രസിലേക്ക് സന്ദീപ് വാര്യർ പോയത് എന്തിനാണ് എന്നുള്ളതും. സന്ദീപ് വാര്യർ ഇനി എവിടെയൊക്കെ പോയാലും, നാളെ ലീഗിന്റെ പ്രവർത്തകനായി സന്ദീപ് വാര്യർ പ്രവർത്തിച്ചാൽ പോലും സന്ദീപ് വാര്യർ എന്ന് പറയുന്ന നേതാവിൻ്റെ ഉള്ളിൽ, ഞാൻ കോൺഗ്രസ്സുകാരെന്ന് പറയുന്നില്ല, നേതാവിൻ്റെ ഉള്ളിൽ BJP എന്ന് പറയുന്ന ഒരു പാർട്ടിയോടും RSS എന്ന് പറയുന്ന ആശയത്തോടും വലിയ രീതിയിലുള്ള സ്നേഹവും അടുപ്പവും ഉണ്ട്. അതിന് എന്തൊക്കെ ഒഴിച്ച് കളഞ്ഞാലും, ഈവൻ ആസിഡ് ഒഴിച്ചാൽ പോലും നിങ്ങൾക്കത് എടുത്തു കളയാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ നവംബർ 3-ന് ശേഷമുള്ള സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പരിശോധിച്ചാൽ നമുക്ക് തന്നെ മനസ്സിലാവും സന്ദീപ് വാര്യർ ഒരിക്കലും BJP-ക്കെതിരെ ഒരു അടച്ച ആക്ഷേപം വന്നിട്ടില്ല. സുരേന്ദ്രനെതിരെ അടച്ചുള്ള ആക്ഷേപമൊക്കെ വന്നിട്ടുണ്ടാകും, ചാണകവെള്ളമൊക്കെ ഒഴിക്കണം, നന്നാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ BJP അണികളോട് സന്ദീപ് വാര്യർ ആവർത്തിച്ച് പറയുന്നത് നിങ്ങൾ അങ്ങനെ ചെയ്യുക, എന്നിട്ട് ആ പാർട്ടിയെ നന്നാക്കാൻ ശ്രമിക്കും. ഇവിടെയും സന്ദീപ് വാര്യർ അത് തന്നെയാണ് പറയുന്നത്. ന്യൂനപക്ഷങ്ങളെ നിങ്ങൾ ചേർത്ത് പിടിക്കുമ്പോൾ, ക്രിസ്മസിനും ഇപ്പോൾ മുസ്ലിങ്ങളുടെ ആഘോഷങ്ങൾ വരുമ്പോൾ ആ ആഘോഷ സമയത്ത് നിങ്ങൾ അവരുടെ വീടുകൾ സന്ദർശിക്കുന്നു, ക്രിസ്മസ് വരുമ്പോൾ നിങ്ങൾ കേക്കുമായി ക്രിസ്ത്യാനികളുടെ വീട്ടിൽ പോകുന്നു. നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് BJP-ക്ക് ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടാൻ സഹായകമാകുമെങ്കിലും ഇത്തരം സംഘപരിവാറിലുള്ള ചില സംഘടനകൾ ആ വോട്ടുകളെയൊക്കെ ഇല്ലാതാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ ഇത്തരം അതിക്രമങ്ങളൊക്കെ കാണിക്കുമ്പോൾ BJP-യിൽ നിന്ന് ന്യൂനപക്ഷങ്ങൾ അകലുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുണ്ടാവാതിരിക്കണമെങ്കിൽ നേതൃത്വത്തിലുള്ളവർ തന്നെ ഇവരെ പറഞ്ഞു മനസ്സിലാക്കുന്ന നിലപാടിലേക്ക് പോകണം. ഇവിടെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഈ അക്രമത്തെ തള്ളി പറഞ്ഞിട്ടില്ല എന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത്. തീർച്ചയായിട്ടും സന്ദീപ് വാര്യരുടെ ലക്ഷ്യം എന്താണ്? സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു നേതാവിന് പാർട്ടിയെ നയിച്ചു കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ തെറ്റുകൾ തിരുത്തി പാർട്ടി പ്രവർത്തകരെ നേർവഴിക്ക് നയിക്കാനുള്ള നേതൃപാടവമില്ല എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും സുരേന്ദ്രൻ വിമർശനവുമായി വന്നിട്ട് എത്ര നാളായി എന്നുള്ളതാണ്. സുരേന്ദ്രൻ വരുന്നില്ല എന്ന് മാത്രമല്ല, പാർട്ടിയിലെ മറ്റാളുകളെ കൂടി വരാൻ വരാൻ അദ്ദേഹം സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ശോഭാ സുരേന്ദ്രന് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രസ് മീറ്റ് നടത്തി സംസാരിക്കണം, അത് കുറേ
ജനങ്ങളുടെ ശ്രദ്ധ കിട്ടും. പക്ഷെ ശോഭാ സുരേന്ദ്രൻ അനുമതിയുണ്ടോ? ഇല്ല. പിന്നെ ബി മുരളീധരൻ, കൃഷ്ണകുമാർ, പിന്നെ യുവ നേതാക്കള് ഗോകുൽ രാജ് ഉൾപ്പെടെ, സന്ദീപ് ജസ്പതി ഉൾപ്പെടെ, ശങ്കുട്ടി ദാസ് ഉൾപ്പെടെ, പ്രശാന്ത് ശിവൻ ഉൾപ്പെടെയുള്ള ഏതെങ്കിലും നേതാക്കന്മാർക്ക് ഇതിനെതിരെ ഒരു വാക്ക് സംസാരിക്കാനോ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാനോ, എന്തിനേറെ പറഞ്ഞു ഇവിടുത്തെ ABVP ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിട്ട് എത്ര നാളായിട്ടുണ്ടാകും? സംസ്ഥാന സർക്കാരിനെതിരെ ഒരു പ്രതിഷേധം. ഷമാ മുഹമ്മദ് വരെ ഇവിടെ പോലീസിന്റെ ജീപ്പിന്റെ മുകളിൽ കയറി ഇവിടെ ആളാവാൻ ശ്രമിച്ചു. പിന്നെ വൈറലായ ആളാണ് ഷമാ മുഹമ്മദ് വരെ. ഇവിടെ ABVPയിലെ ചങ്കുറപ്പുള്ള അല്ലെങ്കിൽ പിന്നെ തീപ്പൊരിയുള്ള നേതാക്കളുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുണ്ട്. അവരൊക്കെ ഒരു പ്രതിഷേധം നടത്തിയിട്ട് എത്ര നാളായിരിക്കുന്നു സംസ്ഥാന സർക്കാരിനെതിരെ. എന്ന് വെച്ചാൽ അക്രമ രാഷ്ട്രീയമോ അക്രമ പ്രതിഷേധമോ അല്ല ഞാൻ പറയുന്നത്. വളരെ ശക്തമായി വാക്കുകളിലൂടെ പ്രതിഷേധിക്കുന്ന ഒരുപാട് നേതാക്കളുണ്ട്. അവരൊക്കെ എവിടെ പോയി? അവരെയൊക്കെ ആരാണ് പിന്നെ അടിച്ചൊതുക്കിയത് എന്നുള്ളതാണ്. അവിടെയാണ് സന്ദീപ് വാര്യർ നിങ്ങളൊക്കെ സുരേന്ദ്രൻ പറയുന്നത് കേട്ട് പിന്നാലെ പോയി BJPയെ തകർക്കരുത്, BJP ന്യൂനപക്ഷങ്ങളെ നമ്മളിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളായിട്ട് അത് ഇല്ലാതാക്കരുത് എന്നാണ് പറയുന്നത്. പിന്നെ കോൺഗ്രസിൽ നിൽക്കുമ്പോൾ പരിഹാസം എന്നല്ലേ പറയാൻ പറ്റൂ? അല്ലെ സന്ദീപ് വാര്യർ BJP രക്ഷിക്കാൻ നോക്കുന്നു എന്ന് പറയാൻ കഴിയുമോ? അല്ല, അത് ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ, ഒരു അഭിപ്രായം പറയുമ്പോൾ നമുക്കതിൻ്റെ രണ്ട് വശങ്ങളും പരിശോധിക്കാൻ പറ്റും. ധന്യ ഇപ്പം വളരെ മനോഹരമായി അതിൻ്റെ വേറൊരു വേർഷൻ വളരെ കൃത്യമായി പറഞ്ഞു. അതിന് എടുക്കാൻ കഴിയില്ല, കാരണം അങ്ങനെ ആയിക്കൂടെ എന്ന് ചോദിക്കാം. പക്ഷെ തിരിച്ച് സന്ദീപ് വാര്യർ പറഞ്ഞത് ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് എന്ന് സന്ദീപ് വാര്യർക്ക് കൃത്യമായി പറയാം. അത് ഞാൻ മനസ്സിലാക്കുന്നത് സന്ദീപ് വാര്യർക്ക് വളരെ കൃത്യമായി അതിനെ പരിഹസിച്ചത് എന്ന് തന്നെയാണ്. കാരണം ഈ പറയുന്ന BJPക്കകത്ത് വിശ്വ ഹിന്ദു പരിഷത്ത് അങ്ങനെയുള്ള പരിവാർ സംഘടനകളൊക്കെ തന്നെ ക്രിസ്ത്യൻ സ്നേഹം നടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ ഒരു സ്കൂളിൽ ഒരു ക്രിസ്മസ് ആഘോഷം നടത്തിയതിൻ്റെ പേരിൽ ഇവർക്ക് കലി ഇളകുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ്, എവിടെയാണ് ഇവരുടെ ക്രിസ്ത്യൻ സ്നേഹമുള്ളത്, എവിടെയാണ് ഇവർ ക്രിസ്ത്യാനികളോട് സ്നേഹം കാണിക്കുന്നത് എന്നുള്ള ചോദ്യം ചോദിക്കാൻ സന്ദീപ് വാര്യർക്ക് വളരെ കൃത്യമായി അവകാശമുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. മാത്രമല്ല, ഇവിടെ പിന്നെ ക്രിസ്ത്യൻസുമായി ബന്ധപ്പെട്ട് പുതിയ വോട്ട് അതായത് വഖഫൊക്കെ വന്നല്ലോ. അപ്പോൾ വഖഫും ഒക്കെ ബന്ധപ്പെട്ട് ക്രിസ്ത്യൻസ് കൂടുതൽ BJPയിലേക്ക് അടുക്കുന്നു എന്ന് പറയുന്ന സാഹചര്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് കേക്കുമായി BJP ക്രിസ്ത്യൻ വീടുകളിൽ ചെന്ന് കയറുന്നത്. നല്ല കാര്യമാണ്, ഏത് പാർട്ടിക്കും പോകാം. അങ്ങനെ കഴിഞ്ഞ ദിവസം ഷാനിയുടെ ഒരു ചർച്ച കണ്ടു. എന്തുകൊണ്ടാണ് നിങ്ങൾ കേക്കുമായി പോകുന്നത്? അതുകൊണ്ട് യുവരാജ് പോലും ചോദിക്കുന്നുണ്ട്, എന്താ പോയിക്കൂടെ, സന്ദീപ് ജസ്പതി എന്താ പോയിക്കൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അത് ആരുടെ അടുത്തും ചോദിക്കണോ പോകാൻ? ആരുടെ അടുത്തും ചോദിക്കൊന്നും വേണ്ട. അങ്ങനെ എല്ലാവരും പോവാം, ആളുകൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർ സ്വീകരിക്കുമെങ്കിൽ. പക്ഷേ ഇത്തരം നിലപാടുകളുമായിട്ട് പോയിട്ട് ഒരു വാക്ക് ഒരിക്കൽ ഒരു സ്ഥലത്ത് പറയുകയും നേരെ തിരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന BJPയുടെ തലങ്ങളെ അല്ലെങ്കിൽ BJPയുടെ ആശയപരമായ ദാരിദ്ര്യത്തെ ആര് കളിയാക്കിയതാണ്? ഈ പറയുന്ന സന്ദീപ് വാര്യർ കളിയാക്കിയതാണ്. കാരണം അദ്ദേഹത്തിന് ഒരുപാട് അവഗണനകൾ സഹിച്ച് അദ്ദേഹം പോയതാണ്, ഇവരുടെ നിലപാടുകളിൽ നിന്ന് മാറിപ്പോയതാണ്. അപ്പോൾ കോൺഗ്രസിലേക്ക് പോയപ്പോൾ അദ്ദേഹം ഒരു കറകളഞ്ഞ കോൺഗ്രസ്സുകാരനായിട്ട് തന്നെയാണ് പോയത്. അതിനകത്ത് അദ്ദേഹം നിന്ന് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അദ്ദേഹം പറയുന്ന സമയത്ത് കൃത്യമായി ഇവരെ പൊളിച്ചു കാട്ടാനുള്ള വിധത്തിലുള്ള ഇവരുടെ കപട ക്രിസ്ത്യൻ സ്നേഹമാണ് എന്ന് പറയിപ്പിക്കാൻ ഇവർ ഇട കൊടുക്കുന്നു. അത് അദ്ദേഹം പറയുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്.